ചേപ്പാട്ട് ഫിലിപ്പോസ് മാർ ദിവന്നാസ്യോസ് പിതാവിൻ്റെ 161ാമത്തെ ഓർമ്മ പെരുന്നാളാണ്. ശാന്തനും ഭക്തനും സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച പിതാവും അതിനുവേണ്ടി ജീവത്യാഗം വരെ അനുഭവിക്കാൻ തയ്യാറായ ഒരു പിതാവുമാണ് ചേപ്പാട്ട് മാർ ദിവന്നാസ്യോസ്. നമ്മുടെ എല്ലാ പിതാക്കന്മാരും കാലാകാലങ്ങളിലെ തന്നെ മറന്ന് പൂർണ്ണമായും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്വയം ജീവൻ അർപ്പിക്കുവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് തീരുമാനിക്കുന്നവരാണ്. അപ്പോൾ ചേപ്പാട്ട് ദിവന്നാസ്യോസ് തിരുമേനിയുടെ കാര്യം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖം തോന്നും. കാരണം തിരുമേനി നേരിട്ട ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്നത് പുരാതന മലങ്കര സഭയുടെ വിശ്വാസത്തെ തട്ടിപ്പറിക്കുവാൻ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, തട്ടിപ്പറിക്കുവാൻ വിദേശ മിഷണറിമാരുടെ സ്വാധീനത്തിൽ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ആക്രമണമാണ്. എന്തൊരു ഭയങ്കരമാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്ന് 2000 വർഷക്കാലം പഴക്കമുള്ള ഇന്നത്തെ ഈ പുരാതന സഭയുടെ വിശ്വാസം തട്ടിപ്പറിക്കുക, അതിനേക്കാൾ വലിയ ആക്രമണമില്ല സഭയെ സംബന്ധിച്ചിടത്തോളം. സ്വത്ത് നഷ്ടപ്പെട്ടോ മറ്റെന്തെങ്കിലും പോയോ എന്നതിനേക്കാൾ ഭയങ്കരമാണ് വിശ്വാസം തകർക്കുക. അതിനെ നേരിട്ടൊരു പിതാവാണ്. ജഡ്ജസ് എല്ലാം സായിപ്പന്മാരാണ്, വക്കീലന്മാരും കൂടുതൽ സായിപ്പന്മാരാണ്. ഏത് കോടതിയിൽ പോയാലും നീതി ലഭിക്കുകയില്ല. കൽക്കട്ടയിൽ നിന്ന് ബിഷപ്പ് വിൽസനും കൂട്ടരും നമ്മുടെ സഭയെ നന്നാക്കാൻ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് വരികയാണ്. ഇതിനെയൊക്കെ എതിർത്ത് നിന്ന പിതാവാണ്. ആ പിതാവിന്റെ ജീവിതം അത്രയും മനസ്സുകൊണ്ട് ജീവിതം കൊണ്ടൊക്കെ ഒരുപാട് വേദനിച്ചവരാണ്. അങ്ങനത്തെ ഒരു പിതാവിന്റെ ഓർമ്മയാണ് പ്രവർത്തിയാണ്. ഇന്ന് നമുക്ക് വിശ്വാസത്തെ കുറിച്ച് വലിയ അങ്ങനത്തെ ഇഷ്ടമില്ല. എന്തെങ്കിലും എന്ന് പറഞ്ഞ് വിശ്വാസത്തിന് ഒരു വെള്ളം ചേർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയല്ല ജീവിച്ചത്. അവരെ വിശ്വാസത്തിന് വേണ്ടി ഒരു അണുവിള വ്യതിചലിക്കുകയില്ല. ലോകത്തിൽ ഒരു യേശുക്രിസ്തുവേ ഉള്ളൂ. ഒന്നിലധികം യേശുക്രിസ്തു ഉണ്ടോ? ഇല്ല. ഒരു വേദപുസ്തകമേ ഉള്ളൂ. പുസ്തകങ്ങൾ ചിലപ്പോൾ എണ്ണത്തിലോ വണ്ണത്തിലോ കൂടുമായിരുന്നു. ഒരു യേശുക്രിസ്തു, ഒരു വേദപുസ്തകം. വിശ്വാസത്തിന് വ്യത്യസ്ത പാരമ്പര്യങ്ങളും വഴികളും ഉണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു കാലം ചെയ്ത അന്നു മുതലുള്ള ആ പുരാതന സഭയുടെ വിശ്വാസമാണ്. മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരെ വിശ്വസിച്ചതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളോട് ചേർന്നു പോകുന്ന വിശ്വാസമാണ്. നിങ്ങൾ ഞാനും കൂടി ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത വിശ്വാസവും നല്ലത്. കപ്പദോക്യൻ പിതാക്കന്മാരും നിക്കിയ സുന്നതോസിൽ 318 പിതാക്കന്മാരും എഫേസോസ് സുന്നതോസ്, കുസ്തന്തീനോസ് പോലീസ് സുന്നതോസ്, അങ്ങനെയുള്ള പിതാക്കന്മാരെ ഊതിക്കടഞ്ഞെടുത്ത വിശ്വാസത്തിന്റെ ധാരകൾ നമുക്കാണ്. ചേപ്പാട്ടും കുന്നംകുളത്തുള്ളവരും കൂടി കാലും കെട്ടി കുത്തിയിരുന്നിട്ട് ഉണ്ടാക്കിയെടുത്ത വിശ്വാസമൊന്നും അല്ലല്ലോ. ഊതി 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 അതിന്റെ എല്ലാം കറ കളഞ്ഞ വിശ്വാസം. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഒരു യേശുക്രിസ്തു, ഒരു വേദപുസ്തകം, പക്ഷെ വിശ്വാസത്തിന് വ്യത്യസ്ത കഴിവുകളുണ്ട്. പുരാതന സഭയുടെ വിശ്വാസം അക്ഷരമൃതി തകരാതെ കാത്തു സൂക്ഷിച്ച മലങ്കര സഭ ഇന്നും നിലനിൽക്കുന്നു എന്നൊരു വസ്തുതയാണ്. നിങ്ങൾക്കറിയാമോ, സഭ തുടങ്ങിയെടുത്ത് പലപ്പോഴും ഇപ്പൊ സഭയില്ല. ചൊവ്വട അടക്കം പോയി. സഭ തുടങ്ങിയെടുത്ത് പലർക്കും സഭയില്ല, ചെതില് പിടിച്ചു പോയി. ദൈവത്തിന്റെ മഹാകരുണയാൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ
നട്ട് നനച്ച് വളർത്തിയ ഈ സഭയുടെ ഇന്നും ചുവട് ശതരി പിടിച്ചിട്ടില്ല. അതിപ്പോഴും ഉണ്ട്. അങ്ങനെ അധികം സഭകളൊന്നുമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാര് ഊതി കടഞ്ഞെടുത്ത പൊന്ന് അഗ്നിയിലൂടെ ശുദ്ധീകരിച്ചെടുത്തു എന്ന് പറയുന്ന പോലുള്ള വിശ്വാസത്തിന്റെ തായ്വഴിക്കാരൻ. അത് കളയാനുള്ളതല്ല. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ അതിനു വേണ്ടി ജീവത്യാഗം ചെയ്യാൻ മനസ്സുള്ളവരായി. നമുക്ക് വലിയ പീഡനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട പീഡനമൊക്കെ ഉണ്ടായിരുന്നു, കുറെ കലകം ഉണ്ടായിരുന്നു, കുറെ ഡിവിഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പീഡനം കുറവാണ്. ഇന്ന് ലോക സഭകളെ നോക്കിയാല് യൂറോപ്പിലും അമേരിക്കയിലും 1000 വർഷം കഴിഞ്ഞിട്ട് സഭയുണ്ടായിട്ടുണ്ട്. യേശുവിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ 2000 വർഷം മുമ്പേ പരിചയപ്പെട്ട ചേപ്പാട്ടുമാർ ദിവനാശ്വസിന്റെ തിരുമേനിയുടെ ഓർമ്മ അത്ര നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. അത് നമ്മൾ വിചാരിക്കും എല്ലാവരും ഇങ്ങനെ പരിമല തിരുമേനിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ പ്രസിദ്ധീകരണമല്ല, ജീവിത വിശുദ്ധിയാണ്. ആ കാര്യത്തിലൊക്കെ ചേപ്പാട്ട് തിരുമേനി ഒരുപാട് ഉയർന്ന റേറ്റ് ഉള്ള ഒരു പിതാവാണ്. പാലക്കുന്നത്തെ തിരുമേനി കുർബാന കെട്ടിക്കളയുന്നു, ആപ്ലിക്കൻ സഭയിലേക്ക് പോകുന്നു, മാതാവിനെ എടുത്ത് കളയുന്നു, പരിശുദ്ധന്മാരെ എടുത്ത് അറബിക്കടലിലോട്ട് എറിഞ്ഞു കളയുന്നു, മരിച്ചവരെ പുറമ്പോക്കിലിടുന്നു. ഇതൊന്നും കണ്ട് സഹിക്കാൻ ഹൃദയം പൊട്ടി സ്വയം ഇല്ലാതാകുന്ന അത്ര വേദനയാണ് നമ്മുടെ പിതാക്കന്മാർക്ക്. അങ്ങനെ വേദന അനുഭവിച്ചൊരു പിതാവാണ് ചേപ്പാട്ടുമാർ ആശ്വസം. ആ തിരുമേനിയുടെ പിൻഗാമിയായിട്ട് പിന്നെ വന്ന് പുലിക്കോട്ട് 2ാം തിരുമേനിയാണ്. ഇപ്പൊ ഈ പിതാക്കന്മാരെ മറന്ന് ഒന്നും ചെയ്യരുത്. നമ്മുടെ 10 കൽപ്പനകളിൽ ഒരെണ്ണം എന്താണെന്നറിയാവോ? നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അത് ജനിപ്പിച്ച അപ്പനും അമ്മയും മാത്രമല്ല. അത് നമ്മൾ അങ്ങനെ വിചാരിക്കും. നിങ്ങൾ അപ്പൻ്റെ അപ്പനെ ഓർക്കണേ, അതിൻ്റെ അപ്പനെ ഓർക്കണേ. അപ്പോൾ നിങ്ങൾ അക്ഷരത്തിലൂടെയല്ല അതിന് അർത്ഥമാക്കി കാണേണ്ടത്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ആ പിതാക്കന്മാരൊക്കെ നമ്മളെ വഴി നടത്തിയവരും ജയിപ്പിച്ചവരുമാണ്. ഓർക്കുക, ഞാൻ ആ ഭാഗം വരുന്നു. രണ്ടാമത്, അച്ഛൻ എൻ്റെ കൂടെ 2 കൊല്ലം ഉണ്ടായിരുന്നു, MK വർഗീസ്. അച്ഛൻ ക്യാൻസർ സെന്ററിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് 3 തരത്തിലാണ് ക്യാൻസർ രോഗത്തെ നമ്മൾ നേരിടുന്നത്. ഓർത്തഡോക്സ് സഭയിൽ പണിക്ക് എന്തിനാ പോയെന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. ഓർത്തഡോക്സ് സഭ എന്തിനാ ഈ വേണ്ടാത്ത കാര്യത്തിൽ പോയതെന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദ്യം വിഡിത്തമാണ്. ക്യാൻസർ രോഗം ഇന്ന് പടർന്നു പിടിക്കുകയാണ്. അങ്ങനെ സമൂഹം മുഴുവനും രോഗം പടർന്നു പിടിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഇത്ര വലിയ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ എറണാകുളത്തിൽ ഞാൻ ചാടില്ല. അത് വേറെ കാര്യം. ഒരു കൊച്ചുകുട്ടി ആഴമുള്ള കയത്തിൽ എടുത്ത് ചാടി കൈകാലുകളിട്ടടിച്ച് നീന്ത് അറിയാനും വയ്യ, പക്ഷെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതീതിയാണ് പരിമല ക്യാൻസർ സെന്റർ. നിങ്ങൾക്കറിയാമോ? 114-15 കോടി രൂപ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സായിപ്പ് തന്നിട്ടൊന്നുമല്ല, WCC തന്നിട്ടൊന്നുമല്ല, നമ്മുടെ ആളുകൾ മാത്രം തന്നിട്ട്. അത് ഏകദേശം 100 കോടിയിലധികം കടമാണ്. ദുഃഖകരമായ സംഗതി എന്ന് പറഞ്ഞാൽ പരിമലയ്ക്ക് ചുറ്റുമുള്ള ഭദ്രാസനം ഇപ്പോഴും ഒന്നും ഇറങ്ങിയിട്ടില്ല. പരിമലയ്ക്ക് ചുറ്റും ചില ഭദ്രാസനങ്ങളുണ്ട്. നിരണം ഭദ്രാസനം 1.25 കോടി രൂപ കൊണ്ട് പിരിച്ചു കിട്ടിയിട്ടുണ്ട്, കടമായും കടപത്രമായും. തിരുവനന്തപുരം ഭദ്രാസനത്തിന് 3 കോടി രൂപ കഴിഞ്ഞ ആഴ്ചയിലാണ് അവർ കൊണ്ടുവന്നത്. എന്തിനേറെ പറയുന്നു, തൃശ്ശൂർ ഭദ്രാസനത്തിൽ നിന്ന് 40 ലക്ഷം കൊണ്ടുവന്ന് തന്നു, 20 കൂടി തരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
തൃശ്ശൂരാകെ 17 സെന്റ് കുർബാന 17 ഉണ്ടോ സംശയം. നിങ്ങൾക്ക് എന്തേ മനസ്സിനൊരു വേദനയില്ലാത്തത്? എനിക്ക് അറിഞ്ഞൂടാ. ബോംബെ ഭദ്രാസനത്തിൽ നിന്ന് 4,46,00,000 രൂപയായിട്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വാങ്ങിച്ചത്. ഈ ചുറ്റുമുള്ള പരിമലത്തിന് ചുറ്റുമുള്ള ഭദ്രാസനങ്ങൾ വരട്ടെ, പണിയട്ടെ, വല്ല ജോലി ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഈ മനോഭാവം നിങ്ങൾ മാറ്റണം. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലാത്തവൻ കൊടുക്കുകയേ വേണ്ട. ഒരു കാര്യമുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് പറയുന്നത് നിങ്ങളല്ല, കുറെ തെറ്റാണ്. അത് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ വേണ്ട. ഗോഡ് വിൽ ഫൈൻഡ് ഔട്ട് സം അതർ മനുഷ്യരെ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് വിചാരം. 4.5 കോടി രൂപ, ഏകദേശം 4 കോടി രൂപ ബോംബെയിൽ കിട്ടിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ 5 കൂടുതൽ തരാൻ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് 3 തന്നു. അവര് 1 കോടിയോ 1.5 കോടിയോ തരുമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. എന്റെ അമേരിക്കൻ ഭദ്രാസനം എന്താ കൊടുത്തത് എനിക്ക് അറിഞ്ഞൂടാ. എന്താ കൊടുത്തു? ഞാൻ ഭദ്രാസന അധ്യക്ഷനാണ്, ഞാനാണ് ഡയസിസ് ബിഷപ്പ്. നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ എടുത്തു വെച്ചോ, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരിമല ആശുപത്രി നടന്നിരിക്കുന്നു. ഈ നവംബർ 21 രാവിലെ എത്യോപ്യൻ പാത്രികേസ് ബാബാതിരുമേനിയും അനേക വിഐപികളും കൂടെ ഔദ്യോഗികമായി അതിന്റെ ഓപ്പണിംഗ് നടന്നു. ഈ ഒരു റൂറൽ ഏരിയയിൽ തന്നെ ഈ ആശുപത്രി ഫുൾ ഫ്ലഡ്ജഡ് എക്യുപ്മെന്റ് ആണ് അവിടെ. ഒന്നിനും ഔട്ട്സോഴ്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ 150 കോടിയൊക്കെ വന്നത്. 45 കോടി മതിയെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. 19 കോടി രൂപയുടെ ഫോറിൻ എക്യുപ്മെന്റ്സിന് $15 ലക്ഷം ഞാൻ ഒപ്പിടുമ്പോൾ 2 കൈയും നെറുകയിൽ വെച്ച് മനസ്സ് നുറുങ്ങിയാണ് ഒപ്പിടുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഡിവാലുവേഷൻ ഓഫ് മണി വന്നത്. പണത്തിന്റെ വില കുറഞ്ഞു. 2 ആഴ്ച കൊണ്ട് അത് 25 കോടിയായിട്ട് ഉയർന്നു. റീപേയ്മെന്റ്. അപ്പൊ നിങ്ങൾ അത്ര വലിയ റിസ്ക് അതിന്റെ പിറകിലുണ്ട്. 5-ാം മാർത്തോമ കപ്പൽ കൂലി കൊടുക്കാനില്ലാതെ നിലവിളിച്ചപ്പോൾ നിരണം പണിയിലെ ഒരു സ്ത്രീ വന്നിട്ട് ചാടി കയറി വന്ന് സഹായിച്ചു എന്ന് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പുസ്തകം വായിക്കുമെന്ന് പറയാനല്ല. പെരുന്നാൾ നടക്കും, ജയ് ജയ് കാതോലിക്കായി വിളിക്കും. അതുകൊണ്ടൊന്നും സഭ മുമ്പോട്ട് പോകട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിരണം ഭദ്രാസനത്തിന്റെ ചെങ്ങന്നൂർ ഭദ്രാസനം, നിരണം ഭദ്രാസനമൊക്കെ കിടന്നുറങ്ങുവാണ്. നിങ്ങൾക്കും രോഗം എനിക്കും രോഗം വരാവുന്നതാണ്. അതുകൊണ്ട് ഈ രോഗാവസ്ഥയെ 3 വിധത്തിലാണ് നേരിടുന്നത് നഗരസഭ. ഒന്ന്, early detection is the best prevention. മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ ഏർലി ഡിറ്റക്ഷൻ ഉണ്ടാവും. ഒരു 500 പേരെ പരിശോധിച്ചാൽ ഒരു 5 പേരെ അറിയപ്പെടാത്ത ക്യാൻസർ രോഗികളാണ്. നേരത്തെ ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ 90% രക്ഷപ്പെടും. നമ്പർ 2, ചികിത്സ. അവിടെ നമ്മൾ ഫുൾ ഫ്ലഡ്ജഡ് ഹോസ്പിറ്റൽ, ലീനിയർ ഐസോലേറ്റർ ഉണ്ട്, MRI ഉണ്ട്, ഗാമറൈസ് ഉണ്ട്, PET-CT ഉണ്ട്, മമ്മോഗ്രാഫി ഉണ്ട്. ക്യാൻസർ രോഗത്തിൽ എന്തെല്ലാം എക്യുപ്മെന്റ്സ് ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളവിടെ ഉണ്ട്. ഇതൊരു ഗ്രാമീണ പ്രദേശമാണ്. ബോംബെ അല്ല ഇത്, എറണാകുളം അല്ല ഇത്, തിരുവനന്തപുരം അല്ല ഇത്. ഗ്രാമീണൻ പാവപ്പെട്ടവർ വരേണ്ട സ്ഥലമാണ്. അപ്പോൾ രോഗം വന്നവരെ ചികിത്സിക്കാനുള്ള സംവിധാനം, ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്ന സംവിധാനം. 3, ഈ രോഗം കൊണ്ട് വന്നിട്ട് തീരെ ഗതിയില്ലാതെ ചികിത്സിക്കാൻ പണമില്ലാതെ ഇരിക്കുമ്പോൾ പരമാവധി അവരെ സഹായിക്കാൻ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. സ്നേഹ സ്പർശം എന്നാണ് അതിൻ്റെ പേര്. 5 കോടി രൂപ അത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഇൻകം പാവപ്പെട്ടവന് കൊടുക്കണം. എത്ര പേരാണ് അവിടെ അവന് ചീത്ത പറയുന്നത് അറിയാം. അത് മിക്കവാറും ചുറ്റുള്ള ആൾക്കാരല്ല. ഈ പരിമിത ജീവനോട് ചേർന്നുള്ളവർ പറയുന്ന വാക്കുകൾ
ഹൃദയം പൊട്ടുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ജോലി വേണം, ചികിത്സയ്ക്ക് അത് ചെയ്ത് പോരാ, അങ്ങ് പറഞ്ഞ് ഡിമോറലൈസ് ചെയ്യും. പക്ഷേ എന്ത് സംഭവിച്ചാലും എന്താരും പറഞ്ഞിരുന്നാലും ഈ സ്ഥാപനം അത് ആരംഭിക്കും, മുന്നോട്ട് പോകും. ഇപ്പോൾ പരിമല ആശുപത്രിയുടെ CEO എന്ന് പറയുന്നത് പരിമല തിരുമേനിയാണ്. I believe so. From various corners we are getting tons of money. ബോംബെ 4 കോടി ഒന്നും കിട്ടാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. ഞാൻ പറയണല്ലോ അത് എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയാൻ. ഇപ്പൊ ഒരു ഞാൻ ഈ അടുത്ത ദിവസം ദോഹയിൽ പോകുന്നുണ്ട്, അബുദാബി എവിടെയും പോകുന്നുണ്ട്. അവർ വിളിച്ചിട്ടാ പോകുന്നത്, പണം തരാൻ തയ്യാറാണ് കേട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഭദ്രാസനത്തിന്റെ ഒരു ഔദ്യോഗിക മേഘദീക്ഷനല്ല, അത് നിങ്ങളുടെ തിരുമേനി കാലം ചെയ്തുകൊണ്ടാണോ ഞാൻ ഒന്ന് തൈടാവുന്നില്ല അതൊക്കെ. പക്ഷേ ചെങ്ങന്നൂർ ഭദ്രാസനം, ഈ ഭദ്രാസനം, തിരുവല്ല നിരണം ഭദ്രാസനം, അതിന്റെ മധ്യത്തിലുള്ള സ്ഥലമാണ് ഈ പരിമല. അപ്പൊ നമുക്ക് ഉത്തരവാദിത്വം. ഞാൻ നിങ്ങളെ വഴക്ക് പറയാനൊന്നുമില്ല. മനസ്സുള്ളവർ മാത്രമേ കൊടുക്കാവൂ. ആരെയും നിർബന്ധിച്ച് കൊടുത്തിട്ട് നിങ്ങളാരും പട്ടിണിയാവുകയും ചെയ്തു. പരിമല ആശുപത്രി കൊടുത്തിട്ട് ആരെയും പട്ടിണിയായിട്ട് കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഏർലി ഡിറ്റക്ഷൻ പ്രോഗ്രാം, ട്രീറ്റ്മെന്റ് പ്രോഗ്രാം, സ്നേഹസ്പർശ പ്രോഗ്രാം ഇങ്ങനെ നമ്മൾ നടത്തുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിന് ചെലവില്ലല്ലോ, അത് ചെയ്യണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.